ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മിക്ക സ്ഥലത്തും നമ്മൾ തന്നെ വേസ്റ്റ് കളയണം. പ്ലാസ്റ്റിക് വേറെ, ഫുഡ് വേസ്റ്റ് വേറെ. റൂം വെക്കേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്, ഗോത്തൻബർഗ്. അതിൻ്റെ മുന്നേ നമ്മൾ റൂമിൻ്റെ തൊട്ടടുത്താണ് വെക്ഷോ ലേക്കിൻ്റെ ഒരു ഭാഗം വരുന്നത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് പോയി കുറച്ച് സമയം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഗോത്തൻബർഗിലേക്ക് പോന്നു. ഗോത്തൻബർഗിലേക്ക് വെക്ഷോന്ന് ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന വഴി കാടുകളും ലേക്സും ചെറിയ വില്ലേജുകളും ചെറിയ ടൗണും പിന്നെ ആ ക്ലാസിക് റെഡ് സ്വീഡിഷ് വീടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ മിക്കതും അവിടെ കൊമേഴ്ഷ്യൽ ഫോറസ്റ്റാണ് പോണ വഴിയിൽ. സ്വീഡനിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഗോത്തൻബർഗ്. ഗോത്തൻബർഗ് എന്ന് ഇംഗ്ലീഷിൽ പറയുമെങ്കിലും യോത്തേബോറി എന്നാണ് സ്വീഡിഷ് ലാംഗ്വേജിൽ ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. വോൾവോ എന്ന് പറഞ്ഞ കാർ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഗോത്തൻബർഗ് എന്നാണ്. പിന്നെ ഗോത്തൻബർഗ് സിറ്റിയിൽ കുറേ കനാൽസ് ഉണ്ട്, ആംസ്റ്റർഡാമിലുള്ള പോലെ. ഇത് സ്വീഡൻ്റെ ഫ്രണ്ട്ലിയസ്റ്റ് സിറ്റി എന്നുള്ളൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം ക്യാപിറ്റൽ സിറ്റിയായ സ്റ്റോക്ക്ഹോമിനേക്കാളും കുറച്ചും കൂടി റിലാക്സ്ഡ് ലൈഫ് സ്റ്റൈലാണെന്നാണ് പറയുന്നത്. ഇതൊരു ഹിസ്റ്റോറിക് പോർട്ട് സിറ്റിയാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും വലിയ സീ പോർട്ട് ഉള്ളത് ഗോത്തൻബർഗിലാണ്. സ്വീഡനിലേക്കുള്ള മേജർ ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടക്കുന്നത് ഗോത്തൻബർഗ് സീ പോർട്ടിലൂടെയാണ്. സ്കാൻഡിനേവിയൻ കൺട്രീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനുവൽ വിസിറ്റേഴ്സ് ഉള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ലിസേബർഗ് ഇവിടെയാണുള്ളത്. കുറച്ച് സമയം റെസ്റ്റ് എടുത്ത ശേഷം നമ്മൾ പുറത്തിറങ്ങി ലിസേബർഗിലേക്കാണ് പോണത്. ആദ്യം സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ആനുവലി ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ള പാർക്കാണ് ലിസേബർഗ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ബാൾഡർ എന്നുള്ള പേരിലുള്ള വുഡൻ റോളർ കോസ്റ്റർ. ഇത് വുഡൻ ആണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആണെന്നാണ് എക്സ്പീരിയൻസ് ചെയ്തവർ പറയുന്നത്. അഡ്വഞ്ചർ റൈഡ്സും ലൈവ് പെർഫോമൻസസും ഗാർഡനും പിന്നെ റെസ്റ്റോറൻറ്റ്സൊക്കെ ആയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ്. 40-ലധികം റൈഡ്സ് ഉണ്ട്. അറ്റ്മോസ്ഫിയർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഫ്രീ ഫോൾ ഉണ്ട്. അത് യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. 116 മീറ്ററാണ് അതിൻ്റെ ഉയരം. ഇപ്പോൾ റൈഡ്സിലൊന്നും കയറാൻ താല്പര്യം ഇല്ലെങ്കിലും അവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് ആ ഒരു പാർക്കിൽ. രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇറങ്ങി നേരെ ഡിന്നർ കഴിക്കാനാണ് പോയത്. ബോംബെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഈ ലിസേബർഗിൻ്റെ അടുത്ത് തന്നെയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുള്ളൊരു ഡിസ്റ്റൻസേ ഉള്ളൂ. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നമ്മൾ നടന്നാണ് പോയത്. സ്വീഡനിൽ നിന്ന് കഴിച്ചതിൽ ഏറ്റവും നല്ല ഭക്ഷണം അവിടെ ആയിരുന്നു. ഇത്രയും നല്ല നാന് ഈവൻ സൗദിയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ ഒന്നും കഴിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈപ്പ് നാന്, അങ്ങനത്തെ ഒരു ടൈപ്പ് നാനും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.